അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസമാകുന്ന റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് അബുദാബി സുന്നി സെൻ്റർ എന്ന മഹത്തായ സംഘടന നേതൃത്വം നൽകുന്ന സീറത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ശീർഷകത്തിലുള്ള ഓൺലൈൻ കോഴ്സിൻ്റെ 4ാമത് സീസണിലെ 19ാമത് എപ്പിസോഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡിന് തുടക്കം കുറിക്കുന്നു. فَحُزْتَ كُلَّ فَخَارٍ غَيْرَ مُشْتَرَكٍ وَحُزْتَ كُلَّ مَقَامٍ غَيْرَ مُزْدَحَمٍ وَجَلَّ مِقْدَارُ مَا أُولِّيتَ مِنْ رُتَبٍ وَعَزَّ إِدْرَاكُ مَا أُولِيتَ مِنْ نِعَمٍ. بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم. لما دعا الله داعنا لطاعته بأكرم الرسل كنا أكرم الأمم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളെക്കുറിച്ചാണ് ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഹുസ്ത കുല്ല ഫഖാരിൻ ഗൈറ മുഷ്തറക്കി, മറ്റാരും പങ്കുവെക്കാനില്ലാതെ മഹത്വങ്ങളത്രയും അങ്ങ് കരസ്ഥമാക്കി. വജുസ്ത കുല്ല മഖാമിൻ ഗൈറ മുസ്ദഹമി, ആൾത്തിരക്കില്ലാതെ തിക്കും തിരക്കും കൂട്ടാതെ പടവുകൾ ഓരോന്നും അങ്ങ് പിന്നിടുകയും ചെയ്തു എന്ന് ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു തങ്ങളെക്കുറിച്ച് പറയുന്നു. അങ്ങേക്ക് നിയമിക്കപ്പെട്ട അധികാര പദവികളുടെ വ്യാപ്തി വളരെ മികച്ചതും അങ്ങേക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ നേടുക അസാധ്യമായ കാര്യവുമാണ് എന്ന് പറയുന്നു ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തുല്യം മറ്റാരുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഔദാര്യങ്ങളും മറ്റും പങ്കിട്ടെടുക്കാൻ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് എല്ലാ ഔദാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്നെ സിദ്ധിച്ചു. അവ വീതിച്ചെടുക്കാൻ യോഗ്യരായി മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു അതിനുള്ള കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഔന്നിത്യത്തിൻ്റെ ഓരോ പടവുകളും കയറിപ്പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറിപ്പോയ പടവുകളിൽ ഒന്ന് മുൻകടന്ന് മത്സരിച്ചെത്താൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം അവിടുന്ന് തനിച്ചാണ്, തിക്കും തിരക്ക് കൂട്ടാൻ ആരുമില്ല എന്ന് മാത്രമല്ല, ആരെങ്കിലും മുന്നിൽ കടക്കാനും ആരുമില്ല. ആ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ പടവുകളും കയറിച്ചെന്ന് ഓരോ അനുഗ്രഹങ്ങളും കരസ്ഥമാക്കിയത് എന്നർത്ഥം. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ വലിയ അനുഗ്രഹമാണ്. അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കുമില്ല എന്നാണ്. പ്രവാചകത്വത്തിൻ്റെ പരിസമാപ്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ്. എന്ന് മാത്രമല്ല, ഇഹത്തിലും പരത്തിലും ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടതും
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ബാങ്കിൻ്റെയും നിസ്കാരത്തിൻ്റെയും ഇടയിൽ ബാങ്കിൻ്റെ ശേഷം പ്രാർത്ഥിക്കുന്ന വലിയ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ തന്നെ ഇത് തന്നെയുണ്ട്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീല വൽ ഫദീല വദ്ദറജത റഫിയ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹങ്ങൾ അഥവാ ഇതിനോട് ചോദിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാകുന്നു ഈ അനുഗ്രഹങ്ങളെല്ലാം എന്നുള്ളതാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പിൽ ആരും കടക്കാതെ, മത്സരിക്കാനില്ലാതെ, അല്ലെങ്കിൽ ഒപ്പം ചേരാനില്ലാതെ, അതുമല്ലെങ്കിൽ തിക്കും തിരക്കും കൂട്ടാനില്ലാതെ ഓരോ പടവുകളും അങ്ങ് കയറിപ്പോയി. അതുകൊണ്ട് വല്ലാത്ത സന്തോഷം ഈ ഉമ്മത്തിനുമുണ്ട് എന്നർത്ഥം. ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു തൻ്റെ അടുത്ത വരികളിലൂടെ അതാകുന്നു നമ്മെ പഠിപ്പിക്കുന്നത്. ബുശ്റാ ലനാ മശറൽ ഇസ്ലാമി ഇന്ന ലനാ മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദിമീം ലമ്മാ ദഅ അല്ലാഹു ദാഇനാ ലിത്വാഅതിഹി ബിഅക്റമിർ റുസുലി കുന്ന അക്റമൽ ഉമമീം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തോട്, ഇസ്ലാമിക സമൂഹമേ, നിങ്ങൾ സന്തോഷിക്കുവീൻ. ഒരിക്കലും തകർന്നു പോകാത്ത ഒരു സ്തംഭം നമുക്കുണ്ട്. ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ബുശ്റാലന, നമുക്കല്ലേ സന്തോഷം. ദീനുൽ ഇസ്ലാമിൻ്റെ സമൂഹമേ, ഇന്നലന മിനൽ ഇനായത്തി റുഖ്നൻ ഗൈറ മുൻഹദിമി. ഒരു നിലക്കും ആര് ശ്രമിച്ചാലും ആരൊക്കെ ഒരുമ്പെട്ടാലും തകർന്നു പോകാത്ത, അല്ലെങ്കിൽ പൊളിക്കാൻ വേണ്ടി ശ്രമിച്ചാലും പൊളിഞ്ഞു പോകാത്ത ഒരു വലിയ സ്തംഭം നമുക്കുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സന്തോഷിക്കുവീൻ. ദീനുൽ ഇസ്ലാമാകുന്ന സമൂഹമേ, നിങ്ങളൊക്കെ സന്തോഷിച്ചോളൂ എന്ന് ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു പറയാൻ. ലമ്മാ ദഅ അല്ലാഹു ദാഇനാ ലിത്വാഅതിഹി ബിഅക്റമിർ റുസുലി കുന്ന അക്റമൽ ഉമമീം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പ്രബോധനം ചെയ്യാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകനാകുന്നു. അതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു പറഞ്ഞു വിട്ടത്. എന്നാൽ നമ്മളെ ക്ഷണിക്കാൻ നിയുക്തനായ പ്രവാചക പ്രഭു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചക പ്രഭുവിനെ അല്ലാഹു തആല അഭിസംബോധന ചെയ്തത് എന്താകുന്നു എന്ന്, യാ അക്രമർ റുസുൽ, യാ അക്രമർ റുസുൽ, മുർസലികളിൽ ഏറ്റവും ബഹുമാന്യനായവരെ എന്നാകുന്നു അല്ലാഹു തആല തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിസംബോധനം ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ സന്തോഷം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനും കിട്ടി എന്നാണ്. അതുകൊണ്ട് ഉമ്മത്തെ, നമ്മളും വലിയ മഹാന്മാരായിരിക്കുന്നു, ഉന്നതരായിരിക്കുന്നു. എന്തുകൊണ്ട്? അല്ലാഹു തആല മുർസലികളിൽ ഏറ്റവും ഉന്നതൻ, ഏറ്റവും ബഹുമാനൻ എന്ന് അഭിസംബോധനം ചെയ്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽ ഉൾപ്പെടാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി. അപ്പം നമ്മളും ഉമ്മത്തുകളിൽ ഏറ്റവും ഉത്തമരായിരിക്കുന്നു. ഇതാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു ഈ വരിയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ലമ്മാ ദഅ അല്ലാഹു ദാഇനാ ലിത്വാഅതിഹി ബിഅക്റമിർ റുസുലി കുന്ന അക്റമൽ ഉമമീം. പടച്ച തമ്പുരാന് വഴിപ്പെടാൻ നമ്മെ ക്ഷണിച്ച മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു പ്രവാചകരിൽ ഏറ്റവും ഉത്തമർ എന്നാണ് അഭിസംബോധനം ചെയ്തതെങ്കിൽ അപ്പോൾ പിന്നെ നമ്മളും ഉത്തമരായി മാറുകയില്ലേ? അങ്ങനെ മാറി. കാരണം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണ് നമ്മൾ. അതുകൊണ്ട് നമ്മളും
സമുദായങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമർ നമ്മളാകുന്നു എന്ന് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയാൻ. മഹാനായ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു വീണ്ടും പറയുന്നു, പ്രവാചകരിൽ ഏറ്റവും ഉത്തമരായ നബിയെ എന്ന് അഭിസംബോധനം ചെയ്തപ്പോൾ ആ നബിയുടെ സമുദായം നമ്മൾ ഏറ്റവും ഉത്തമരായ സമുദായമായി മാറണ്ടേ? അതുകൊണ്ട് നമ്മളാകുന്നു സമുദായങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരായിരിക്കുന്ന സമുദായം. അത് എല്ലാ നിലയിലും അങ്ങനെ തന്നെയാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ നിലയിലും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അവകാശികൾ നമ്മളല്ലയോ? അതെ, നമ്മൾ തന്നെയാകുന്നു. അഥവാ ഇതിൻ്റെയൊക്കെ ബഹുമതി നമ്മൾക്കാണ് ഉള്ളത്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല അഭിസംബോധനം ചെയ്തത് അങ്ങനെയല്ലേ? യാ അക്രമർ റുസുൽ എന്നല്ലേ? അപ്പോൾ നമ്മളും അങ്ങനെ തന്നെയായിരിക്കുന്നു. അതുകൊണ്ട് വല്ലാത്ത സന്തോഷത്തിൻ്റെ അവകാശികളാണ് ഈ സമുദായം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം എന്നാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയർപ്പിക്കാവുന്ന കരുത്തുറ്റ അവലംബമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് സമയത്തും അങ്ങനെ തന്നെയാണ്. ഏത് പരിതസ്ഥിതിയിലും യുദ്ധകാലത്തും സമാധാനകാലത്തുമെല്ലാം ആശ്രയിക്കാവുന്ന ഒരു തൂണായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. എന്നാൽ തങ്ങളുടെ വഫാത്തിന് ശേഷവും അങ്ങനെ തന്നെയാണ്. തങ്ങളുടെ വഫാത്തിന് മുമ്പ്, തങ്ങളുടെ വഫാത്തിന് ശേഷം എന്നൊന്നുമില്ല. ഏത് സമയത്തും നമുക്ക് അവലംബിക്കാവുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്നു. അതുകൊണ്ട് തങ്ങൾക്ക് വല്ലാത്ത ഒരു ശരീഅത്തുണ്ട്. ഒരുപാട് ശരീഅത്തുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് എല്ലാം ദുർബലമായി പോയി, അല്ലെങ്കിൽ അതിൽപ്പെട്ട ഒന്നും ഇന്ന് നിലനിൽക്കുന്നില്ല. എന്നാൽ കാലങ്ങളേറെ കഴിഞ്ഞിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി പോയിട്ടും ഈ ശരീഅത്ത് ഇവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്താകുന്നു. ഇത് ഒരിക്കലും ഒരാൾക്കും തകർക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് വല്ലാത്ത സന്തോഷമുണ്ട്. നമ്മൾ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാൻ വക നൽകുന്ന സംഗതിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്ന കാലത്തിന് മാത്രം ബാധകമായതല്ല ഈ സന്തോഷം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിയോഗശേഷവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് അനുഗ്രഹമായിരിക്കുന്നത് പോലെ അവിടുത്തെ സമുദായത്തിന് അവിടുന്ന് എല്ലാ സമയത്തും അത്താണിയായി നിലകൊള്ളുന്നു എന്നതാണ്. ഇത് ലോകാവസാനം വരെ അവിടുന്ന് മുസ്ലിം ഉമ്മത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് വഴികാട്ടിയായി എല്ലാ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സമുദായത്തോടൊപ്പമുണ്ട് എന്നതാകുന്നു അവിടുത്തെ പ്രത്യേകത. ഇനി പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് വിചാരണ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിനാകും എന്ന് മാത്രമല്ല, മറ്റെല്ലാ പ്രവാചകന്മാരും മുൻകഴിഞ്ഞു പോയവരാണെങ്കിലും അവരുടെ പ്രവാചകന്മാർക്ക് ഇല്ലാത്ത പ്രത്യേകത ശുപാർശ, ഷഫാഅത്ത്, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് ഉണ്ടാവുക. അത് സംബന്ധിച്ച് നോക്കുമ്പോഴും ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിന് വക നൽകുന്നുണ്ട് എന്നർത്ഥം. ചുരുക്കത്തിൽ ഈ ദുനിയാവിൽ മാത്രമല്ല ഇഹത്തിലും പരത്തിലും ദുനിയവിയും ഉഖറവിയും ആയിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംരക്ഷണത്തിൻ്റെ മഹാസ്തംഭമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. ഏത് പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും അതിനൊക്കെ തരണം ചെയ്യാൻ ആ അവലംബം ധാരാളം മതിയായിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആര് പിടിച്ചുവോ അവരൊരിക്കലും തന്നെ പരാജയപ്പെടുകയില്ല എന്നതാകുന്നു. അത് ദുനിയാവിലും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ മുമ്പും ശേഷവും അങ്ങനെ തന്നെയാണ്. ഈ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും അങ്ങനെ തന്നെയാണ്. എല്ലാ വിഷയങ്ങൾക്കും അവിടുന്ന് പരിഹാരമാകുന്നു, അവിടുന്ന് സംരക്ഷണമാകുന്നു, അവിടുന്ന് സമാധാനിക്കാൻ വക നൽകുന്ന ഒരേ ഒരു സംരക്ഷണ ബിന്ദു അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാകുന്നു എന്നതാകുന്നു ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് അത്
ഒരിക്കലും കൊടുങ്കാറ്റിൽ അല്ലെങ്കിൽ പേമാരിയിൽ ഒലിച്ചു പോകുന്നതല്ല, തകർന്നു പോകുന്നതല്ല ഈ ഒരു വലിയ ബന്ധം എന്നുള്ളത്. കാരണം തകർക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ നടന്നിട്ടില്ല എന്നുള്ളതാകുന്നു. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നബിയെ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ് എന്ന് അള്ളാഹു താല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ അള്ളാഹുവിനുള്ള അനുസരണത്തിലേക്ക് ക്ഷണിക്കുക എന്നതാണല്ലോ പ്രവാചകൻ്റെ ദൗത്യത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയുക്തരായിട്ടുള്ളത്, അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. എന്നാൽ സൂറത്ത് ആലി ഇംറാനിലാണ് നമ്മൾ ഈ പറഞ്ഞ ആയത്തുള്ളത്. ഈ ആയത്തിൽ എന്താണ് പറയുന്നത്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, ഖുൽ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിനെ സ്നേഹിക്കുക, അള്ളാഹുവിനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ആയത്താകുന്നു സൂറത്ത് ആലി ഇംറാനിലെ ഈ ആയത്ത്. നബിയെ, അങ്ങവരോട് പറയണം, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റുക. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റലാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കലാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നതിൻ്റെ മാർഗമായി പടച്ച തമ്പുരാൻ തന്നെ ഈ സൂറത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റണം. അങ്ങനെ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുകയാണെങ്കിൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും എന്ന് മാത്രമല്ല പറഞ്ഞത്, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെ അള്ളാഹു താല പുറത്തു തരും. അപ്പോൾ അള്ളാഹു പുറത്തു തരാനും അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടാനും ഒരു കാരണം മതി, അത് ഞാൻ നിയോഗിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ പിന്തുടരുക എന്നാണ്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരൽ അള്ളാഹുവിനോടുള്ള മഹബത്തിൻ്റെ ഭാഗമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് അള്ളാഹുവിനോടുള്ള മഹബത്തിൻ്റെ ഭാഗമാണ് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പോലും നമ്മെ പഠിപ്പിക്കുന്നത്. അത് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ വരെ കാരണമാകും എന്നുള്ളതാണ്. തിരുദൂതർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാകുന്നു അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിൻ്റെ മാർഗമായിട്ട് പരിശുദ്ധമായ ഖുർആൻ പോലും നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ റസൂലിനെ അനുസരിക്കുക എന്നർത്ഥം, ഇത് അള്ളാഹുവിനെ അനുസരിക്കുക എന്നതാകുന്നു. റസൂലിനെ സ്നേഹിക്കുക എന്നതിനർത്ഥം അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നതാകുന്നു. അള്ളാഹുവിനും നമുക്കുമിടയിലുമുള്ള ഏറ്റവും വലിയ ഒരു ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്നു എന്നാണ്. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ ബന്ധം സുദൃഢമാക്കാൻ അള്ളാഹു താല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബാക്കി വിഷയം അടുത്ത വരികളിൽ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വരികൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.